ഓണറേറിയം വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന ആശാപ്രവർത്തകരുടെ സമരം തുടരും. തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ സമരസമിതിയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഓണറേറിയം വർധന പ്രഖ്യാപിക്കണമെന്നും അതുണ്ടാവാതെ സമരം അവസാനിപ്പിക്കില്ല എന്നും സമരസമിതിയും വ്യക്തമാക്കിയിരുന്നു. ജിബിൻ JB കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജിബിൻ, ഗുഡ് മോർണിംഗ്. സമരസമിതിക്കാർ എന്താണ് പറയുന്നത്? അങ്ങനെ ആശയറ്റു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആശയറ്റു എന്ന് പൂർണ്ണമായും അവർ സമ്മതിക്കുന്നില്ല, അവർ സമ്മതിക്കാൻ തയ്യാറല്ല. അത്രയും ആർജവത്തോടെ അവരിപ്പോഴും അവരുടെ ആവശ്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണല്ലോ. തന്നെയാണ്. കാരണം ഈ ആശന്മാരുടെ സമരം, രാപ്പകൽ സമരം ഇപ്പോൾ 58 ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നിരാഹാര സമരം 20 ദിവസത്തിലേക്കും. ഈ കാണുന്നത് പോലെ ഇപ്പോഴും ഈ സമരത്തിൻ്റെ പോരാട്ട വീര്യം അവസാനിച്ചിട്ടില്ല. കാരണം ഇപ്പോഴും നിരാഹാരം തുടരുകയാണ്, സമരവും അതുപോലെ തുടരുന്നു. പല ഘട്ടങ്ങളിലുള്ള ചർച്ചകൾ നടക്കുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി 3 ഘട്ട ചർച്ച നടന്നു. ഇതിൽ അവർക്ക് ആവശ്യപ്പെട്ടതുപോലെ, അവർ ന്യായമായി ആവശ്യപ്പെട്ടതുപോലെയുള്ള പരിഹാരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയെ തന്നെ നേരിട്ട് കണ്ടുകൊണ്ട് അവർ നിവേദനം സമർപ്പിച്ചത്. ഈ നിവേദനത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുക, ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകുക, വിരമിക്കൽ ആനുകൂല്യം, നിലവിൽ വിരമിക്കൽ ആനുകൂല്യമില്ല, അത് 5 ലക്ഷം രൂപയായി നൽകണം. അതുപോലെ ഈ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 62 വയസ്സാണ്, അത് 65 വയസ്സായി പുനർക്രമീകരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ആ മന്ത്രിക്ക്, തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് തന്നെ ഒരു നിവേദനമായി സമർപ്പിച്ചിരിക്കുന്നത്. ചേച്ചി, കഴിഞ്ഞ ദിവസം നിങ്ങൾ നിവേദനം തൊഴിൽ വകുപ്പ് മന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിച്ചിരുന്നു. മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ലഭിച്ചിരുന്നു? തീർച്ചയായിട്ടും അദ്ദേഹം വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അതായത് മുൻ ചർച്ചകളേക്കാൾ കുറച്ചുകൂടെ വളരെ പോസിറ്റീവായിരുന്നു. അതിനു മുമ്പ് നടന്ന ചർച്ചയുടെ മിനിറ്റ്സുമായിട്ടാണ് അദ്ദേഹം വന്നിരുന്നത്. തത്വത്തിൽ ഓണററി വർധന അടക്കമുള്ള കാര്യങ്ങൾക്ക് സർക്കാരിൻ്റെ ഒരു സമ്മതം പോലെയാണ് പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിലൂടെ പുറത്തു കൊണ്ടുവന്നായിരുന്നു. പക്ഷേ അതിനെ നമ്മൾ ശക്തമായി എതിർത്തു. കാരണം ഓണററി വർധനവ് ഒരു കമ്മിറ്റി വഴി തീരുമാനിക്കേണ്ടതല്ല എന്ന നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയും അത് അടിയന്തരമായി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആശാവർക്കർമാരുടെ ജോലി സംബന്ധമായും അതുപോലെ വിരമിക്കൽ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കമ്മിറ്റി വഴി എന്നുള്ളത് ഞങ്ങൾ തത്വത്തിൽ അംഗീകരിച്ചു. വീണ്ടും അദ്ദേഹം പറഞ്ഞത് 3 മാസത്തെ കാലാവധി, കമ്മിറ്റിയുടെ കാലാവധിയെ അത് 1 മാസമായി കുറയ്ക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ അഭിപ്രായത്തിൽ 1 മാസം പോലും ആവശ്യമില്ല. കാരണം ഈ കഴിഞ്ഞ 2 മാസവും മുഴുവൻ ആളുകളും ചർച്ച ചെയ്ത ഈ വിഷയം തന്നെയാണ്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 2-3 ദിവസം കൊണ്ട് പോലും അത്തരത്തിൽ കാര്യങ്ങളൊന്ന് പഠിച്ചൊന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വണ്ണം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി കഴിഞ്ഞു. പക്ഷേ ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ അത് ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ വളരെ അടിയന്തരമായി വർദ്ധിപ്പിക്കുന്ന ഒരു മിനിമം എമൗണ്ടും പറഞ്ഞു, 3000 രൂപ. അതൊന്നും അല്ലെന്നറിയാം. 3000 രൂപ വർദ്ധിപ്പിച്ചാൽ ഒരു ദിവസം 333 രൂപയാകുള്ളൂ. പക്ഷേ അതെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, 2023 7000 രൂപയാക്കിയിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് 8% DA അതിനുശേഷം അനുവദിച്ചു. എന്ന് പറഞ്ഞാൽ അത്രയും തുക അനുവദിച്ചാൽ മാത്രമേ ഒരു സമീകരണമാവുള്ളൂ. ഇപ്പോൾ 7000 രൂപയുടെ മൂല്യം കിട്ടണമെങ്കിൽ അത് 8400 വർദ്ധിപ്പിക്കണം. അപ്പോൾ അങ്ങനെ തന്നെ ഒരു സമീകരണത്തിന് തന്നെ ഒരു തുക വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പിന്നെയാണ് ശരിക്കുള്ള വർധനവ് വേണ്ടത്. അപ്പോൾ ആ അർത്ഥത്തിൽ അടിയന്തരമായി വർധനവോടുകൂടി മാത്രമേ ഈ സമരം അവസാനിക്കുള്ളൂ എന്ന കാര്യം വളരെ വ്യക്തമായി അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും അത് പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മൂത്തിയത് തന്നെയാണ്. കാരണം ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആശന്മാർ നിലവിലുള്ളത്. കാരണം ഈ സമരസമിതി നേതാവ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിലവിലുള്ള 7000 രൂപ എന്ന് പറയുന്ന ഓണറേറിയം അതൊരു 10000 രൂപയെങ്കിലുമായി താൽക്കാലികമായി വർദ്ധിപ്പിച്ച് അതിനുശേഷം പഠനസമിതിയുടെ കാലാവധി കൂടി 1 മാസമായി കുറയ്ക്കുകയും മറ്റ് ആനുകൂല്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, അതായത് ഇവരുടെ ഈ വിരമിക്കൽ പ്രായം 62 വയസ്സെന്നുള്ള 65 വയസ്സാക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുന്ന. കാരണം ഇതൊക്കെ ഒരു പഠനസമിതി വെച്ച് പഠനം നടത്തിയതിനു ശേഷം അതിനുള്ള ഒരു തീരുമാനമെടുത്താൽ മതി. പക്ഷേ അടിയന്തരമായി ഈ ഒരു 3000 രൂപ കൂടി അവരുടെ ഓണറേറിയത്തിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായി ഈ ഒരു സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാമെന്നുള്ള ഒരു നിലപാട് കൂടി ഇപ്പോൾ ആശാ പ്രവർത്തകർക്കിടയിലുണ്ട്. ഏതായാലും പ്രതീക്ഷ കൈവിടാൻ അവർ തയ്യാറല്ല, ആശയറ്റം മുന്നോട്ട് പോകാൻ അവർ തയ്യാറല്ല. എങ്കിലും ചെറിയ നിരാശ ഇവരെയൊക്കെ ബാധിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ, സർക്കാർ, തൊഴിലാളി പ്രസ്ഥാനം ഭരിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ ഇവരോട് ഈ സമീപനം കാണിക്കുന്നു എന്നതിൽ വലിയ നിരാശ ഇവർക്ക് തുടക്കം മുതലുണ്ട്. ഒപ്പം ട്രേഡ് യൂണിയനുകൾ കൂടി ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്.